ഹലോ എവ്രി വൺ, നിങ്ങളെല്ലാവരും കാത്തിരുന്ന വീഡിയോ. നിങ്ങൾക്കറിയണം ഈ പ്രാവശ്യത്തെ പോയം അപ്രീസിയേഷൻ ഏതാണ് വരിക, അതിൻ്റെ പ്രഡിക്ഷനാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ. എന്നാൽ ഞാനൊരു സെൻറ്റൻസ് പറയാം, അപ്പം നിങ്ങൾക്ക് ഞെട്ടിപ്പോവും. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഒരു പോയം അപ്രീസിയേഷനെ ചോദിക്കാറ് എപ്പോഴും. കഴിഞ്ഞ 5 വർഷവും ഒരു പോയം അപ്രീസിയേഷൻ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫുൾ അനലൈസ് ചെയ്തിട്ടുണ്ട് മക്കളെ. നമ്മളിവിടെ ചെയ്യുന്നത് പ്രഡിക്ഷൻ ചെയ്യാൻ എനിക്ക് പറ്റൂല, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടുന്ന ആളുടെ മൂഡ് അനുസരിച്ചിരിക്കും. പക്ഷേ വി കൻ ഡു കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ വളരെ സയന്റിഫിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിന് മെത്തേഡും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും വിശ്വാസമാവും. ആൻഡ് ഇത് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത് അപ്രീസിയേഷൻ ഏതാണെന്ന് പറഞ്ഞ കാര്യമല്ല, പഠിക്കണ്ടേ? അതിനുവേണ്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മക്കളെ. ഓൾ അപ്രീസിയേഷൻ എല്ലാം ഇങ്ങനെ നോട്ട്സ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പോയി കാണാം. ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ആ പോയം അപ്രീസിയേറ്റ് ഫുൾ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് വൈകുന്നേരം 7:30 വരിക. ഞാൻ എല്ലാം പഠിപ്പിച്ചും തരാം. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റഡ് പ്രഡിക്ഷനിലേക്ക് കിടക്കാം. മക്കളെ മനസ്സിലാക്കേണ്ടത് നമുക്ക് 5 പോയം ഉള്ളത്. ഓക്കെ, 5 പോയം ഉള്ളത്. ആസ് എ ടീച്ചർ ഞാൻ നിങ്ങളോട് പറയും 5 പഠിച്ചു പോകാൻ പറയും. പക്ഷെ നമുക്കറിയാം റിയലിസ്റ്റിക്കലി 5 നന്നായിട്ട് പഠിച്ചു പോകാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലേ. നിങ്ങൾക്ക് വേറെ കുറേ തലവേദന ഉണ്ട്. അപ്പോൾ ഏതാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. പോയം അപ്രീസിയേഷൻ്റെ ഫോർമാറ്റും എല്ലാം ഞാൻ മറ്റേ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ എക്സാമിൻ്റെ ഞാൻ പേപ്പേഴ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് 2024, 23, 21, 22 പേപ്പേഴ്സ് എടുത്ത് 25 മോഡലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ. പക്ഷേ ഇവിടെ മാത്രമേ വ്യത്യാസമുണ്ട്. ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ്. മക്കളെ ഇത് 4 ഫൈനൽ എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ പഠിച്ചു പോകണം നിർബന്ധമായിട്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ വെറുതെ പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ പഠിച്ചു പോകാൻ. പക്ഷേ എനിക്ക് നിങ്ങളെ പറ്റിയിട്ട് കൺസേൺ ഉള്ളതുകൊണ്ട്, നിങ്ങളെ പറ്റി കെയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അത് മാത്രം നോക്കിയാൽ പോരാ. ഒരു പാറ്റേൺ ആണ്. എന്താണ് പാറ്റേൺ? നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ പേപ്പറും കൂടി നോക്കുക. മോഡൽ എക്സാം നോക്കിയേ. മോഡൽ എക്സാമിൽ കഴിഞ്ഞ വർഷം മദർ ടു സൺ, അതിന് മുമ്പത്തെ വർഷം ഏർലി സ്പ്രിംഗ്. ഓക്കെ, ലൈൻസ് ഏർലി സ്പ്രിംഗ്, മദർ ടു സൺ, പിന്നെ എന്താണ് ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചു. ഓക്കെ, ഫൈനൽ എക്സാമിന് മോഡൽ എക്സാമിന് ഇന്നേ വരെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടില്ല. നോക്കിയേ, 2025 നമുക്ക് ഗസ് ചെയ്യാനുള്ളത്. ഓക്കെ, 2021 ലൈൻസ് റിട്ടൻ ഏർലി സ്പ്രിംഗ് ഫൈനലിൽ വന്നാൽ മോഡലിൽ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ. പക്ഷേ ബാക്കി എല്ലാ വർഷവും 24, 23, ഫൈനലിൽ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ വന്നു. പക്ഷേ അന്നൊന്നും മോഡലിൽ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ വന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ പറയുക, മോഡൽ എക്സാമിന് വരുന്നത് ഫൈനൽ എക്സാമിന് വരണം എന്നില്ല. കാരണം അതൊരു സുഖമില്ലാത്ത പരിപാടി അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളോട് ചോദിക്കില്ലായിരുന്നില്ല ഇതെന്ത് പരിപാടിയാണ് സെയിം വരിക. അപ്പോൾ നമുക്കൊരു 95% ഉറപ്പിക്കാം ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ പഠിച്ചു പോകണം. കാരണം നിങ്ങളെ ഈ പ്രാവശ്യം പറ്റിയ പക്ഷേ 95% ഈ മോഡലിന് വരുന്നത് ഫൈനലിൽ വരില്ല, ഫൈനലിൽ വരുന്നത് മോഡലിൽ വരില്ല. അപ്പോൾ ഈ വർഷം മോഡലിന് ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ വന്നുകൊണ്ട് ഞാൻ പറയുന്നത് ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ എല്ലായിരിക്കും വരിക. ഓക്കെ, ഇനി ആ സെയിം പാറ്റേൺ നിങ്ങളൊരു 4 വർഷം മുമ്പ് പോയി നോക്കിയാൽ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ മോഡലിൽ ചോദിച്ചു, ഫൈനൽ എന്താണ് ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ്. പണിയായി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. എന്താണെങ്കിലും പഠിച്ചു പോവുക. ഓക്കെ, സിമ്പിൾ സാധനമാണ് പഠിച്ചു പോവുക. ഇനി മദർ ടു സൺ ഒക്കെ വരാൻ കുറച്ച് സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ് ആണ് വരാം. ഈ രണ്ടാളും ഒരു നല്ലൊരു കോംബോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് സാർ മദർ ടു സൺ പഠിക്കാതെ പോകണം. സമയമുണ്ട് പഠിക്കുക. ഞാൻ എല്ലാ നോട്ട്സ് എന്നിട്ട് 5 മിനിറ്റ് എന്നാൽ പഠിക്കാൻ പറ്റും. പക്ഷേ ഐ ആം പ്രഡിക്റ്റിംഗ് ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ് ആൻഡ് ദിസ് ഇസ് എ കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ. മക്കളെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് കിട്ടിയിട്ടൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന്, ടേബിളും കാണിച്ചു തന്നെ, എന്തൊക്കെ പഠിക്കണം എന്നും കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങൾക്കും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഗസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിക്കുക. ഇതിനുവേണ്ടി എല്ലാ നോട്ട്സും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ചാനലിൽ പോയി നോക്കുക, പഠിക്കുക. അവിടെയാണ് മക്കളെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ട് പഠിച്ചു പോകുമ്പോഴാണ് നമുക്ക് ഫുൾ മാർക്ക് ഈസി ആയിട്ട് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യാണ്. 7:30 ലൈവ് ഉണ്ട്, മറക്കണ്ട. പിന്നെ അതുപോലെ +1 എക്സാമിനറിൻ്റെ ക്ലാസ്സിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, വേഗം ജോയിൻ ചെയ്തോ. +1 ഫുൾ മാർക്ക് മേടിയാം. ഓക്കെ, ഇനി ഏത് വീഡിയോ വേണം, എന്തിൻ്റെ പ്രഡിക്ഷൻ വേണം, എന്തിൻ്റെ കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്തുതരാം. ഓക്കെ.